അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഐസൂസ് ഹബ്. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ വെച്ചിട്ടുള്ളൊരു കേക്കാണ്. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദ, 3/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് കോൺഫ്ലോർ, പിന്നെ 1/2 കപ്പ് പൈനാപ്പിളിൻ്റെ നീരാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ്. ഒരു ചെറിയ കപ്പ് പൈനാപ്പിൾ ഞാൻ പഞ്ചസാരയിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതാണ്. പിന്നെ കുറച്ചൊരു ടീസ്പൂണ് ഓയിൽ എടുത്തിട്ടുണ്ട്, 2 കോഴിമുട്ട, പിന്നെ ബേക്കിംഗ് പൗഡറാണ് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ഒരു പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു പിഞ്ച് ഗരം മസാല എടുത്തിട്ട് ഞാൻ മുട്ടൻ്റെ ടേസ്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വാനില എസൻസിന് പകരെടുത്തതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കോഴിമുട്ട ഒന്ന് മിക്സിയിട്ട് അടിച്ചെടുക്കാം. ഞാൻ എഗ് ബീറ്റർ വെച്ചിട്ടല്ല ചെയ്യുന്നത്, മിക്സി വെച്ചിട്ടാണ് കോഴിമുട്ട അടിക്കുന്നത്. അപ്പോൾ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പം മുട്ട അടിച്ചിട്ടുണ്ട്, പകുതി അടിച്ചിട്ടുള്ളൂ. നമുക്കിതേക്ക് പഞ്ചസാര കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പം നല്ലോണം മുട്ട നല്ലോണം ഒന്ന് പതിപ്പിച്ചെടുത്തിട്ടുണ്ട്, പഞ്ചസാരയും കൂട്ടിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് പൈനാപ്പിളിൻ്റെ ചാറ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്നും കൂടി അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ട ബീറ്റ് ചെയ്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മൈദ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കോൺഫ്ലോർ, ബേക്കിംഗ് പൗഡർ, ഗരം മസാല, ഒരു പിഞ്ച് ഉപ്പ്. നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഇത് 3 പ്രാവശ്യമായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മുട്ടയും പൈനാപ്പിളിൻ്റെ നീരും കൂടി അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുള്ള് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പാത്രം ഒന്ന് ചൂടാക്കി എടുക്കണം, കേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ അടിയിൽ ഞാനൊരു ബട്ടർ പേപ്പർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കൂടി ഗ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് സൈഡിൽ വെച്ചിട്ടില്ല, അടിയിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം.
എയറൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി നമുക്ക് ടൂത്ത് കൊണ്ട് ഒന്നിങ്ങനെ ഒന്ന് വരഞ്ഞെടുക്കാം. ഉള്ളിലൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം ഹീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അതിലേക്ക് ഇറക്കി വെക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് നമുക്കൊരു 30 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റാണ്. നല്ല നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഇനി പുതിയ വീഡിയോ അടുത്ത ദിവസം വീണ്ടും കാണാം.